ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ്. വെർസറ്റൈൽ ഫാമിലി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വായു നാറ്റത്തെക്കുറിച്ചാണ്. ബാഡ് ബ്രെത്ത്, അതായത് ഉള്ളവൻ അറിയാൻ പറ്റത്തില്ല, പക്ഷെ നാട്ടുകാർ മൊത്തം അറിയും അല്ലേ. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും നമ്മളോട് പറഞ്ഞും തരത്തില്ല. നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അതും ഇത് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സുള്ളവരാണെങ്കിൽ മാത്രമേ ഇത് പറഞ്ഞു തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സംഭവം നമുക്കുണ്ടെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ അത് നമ്മുടെ ആ ഒരു വായിൽ നിന്നും ഇല്ലായ്മയായി പോകുന്നതിനുള്ള ഒരു സംരംഭമാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമുക്ക് വേണ്ടത്, നമുക്കൊരു പൽപ്പൊടി നമുക്ക് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാം. ഒരു 2 ആഴ്ച നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മുടെ ബാഡ് ബ്രെത്ത് മാറിക്കിട്ടും. ചെറിയ രീതിയിലുള്ള മോണരോഗങ്ങളൊക്കെ മാറുന്നതിന് വളരെ അത്യുത്തമമായിട്ടുള്ളൊരു ഔഷധമാണ് ഈ സാധനം. ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന കുറച്ച് സ്പൈസസ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ പൽപ്പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് കാണാം. ഇത് ഗ്രാമ്പു, കുരുമുളക്, പ്യൂറായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, തക്കോലം, പിന്നെ ഉള്ളത് ഒരു ജാതിയുടെ കുരു. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പൽപ്പൊടി തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് വളരെ നൈസായിട്ട് ഒരു മിക്സിയിൽ വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ പൽപ്പൊടി നമ്മളിവിടെ പൊടിച്ചെടുത്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് സംഭവം, ഇവനാണ് പുലി. ഇനി ഈ പൽപ്പൊടിയുടെ പ്രയോഗം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് എൻ്റെ ഒരു അനുഭവ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ഒരു +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സാധനം നമ്മൾ കടിച്ചാൽ, എസ്പെഷ്യലി നമ്മൾ പഴമൊക്കെ തിന്നുകയാണെന്നുണ്ടെങ്കിൽ ആ പഴത്തേൽ എപ്പോഴും ഒരു ബ്ലഡിൻ്റെ ഒരു സ്റ്റെയിനിങ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചേട്ടച്ചാരുണ്ട്, രാജുവേട്ട എന്നോട് പറയടാ പോയി പല്ല് തേച്ചിട്ട് പറയാം, എൻ്റെ ഒരു മണാടെ ഇറക്കാം. അപ്പം നമ്മൾ നൈസായിട്ട് അപ്പോൾ ഒന്ന് പല്ല് തേച്ചിട്ട് ഇങ്ങോട്ട് വരും. പക്ഷേ അപ്പം പിന്നീട് അതിനെക്കുറിച്ച് നമ്മളിതിനെ വലിയ ബോധറാവാറുണ്ടായിരുന്നില്ല. നമ്മുടെ പല്ലിന് കാൽക്കുലസ് ഉണ്ടോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വറീഡ് ആയിരുന്നില്ല. അത് മാത്രമല്ല, ഞാൻ നല്ല ഫസ്റ്റായിട്ട് ചെറുപ്പത്തിൽ മുറുക്കുമായിരുന്നു. നമ്മുടെ വെല്ലിച്ചൻ്റെ സ്വഭാവം നമ്മൾ ക്യാരി ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പം ഞെട്ടക്കെട്ടം പുകലയൊക്കെ കൂട്ടി നന്നായിട്ട് മുറുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഞെട്ടക്കെട്ടം പുകല അധികം ഒരു ആളുകൾ യൂസ് ചെയ്യാത്ത ഒരു സാധനമാണ്. അപ്പോൾ ഈ അങ്ങാടിക്കടയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് ഇരുന്നിട്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ ഫംഗസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ നോക്കത്തില്ല അല്ലേ, കിട്ടുന്ന സാധനം എടുത്തിട്ട് നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി നമുക്കുണ്ടായിരിക്കും. ഒരുപക്ഷെ അവിടെ നിന്നും ആയിരിക്കാം നമുക്ക് ഇൻഫെക്ഷൻ കിട്ടിയത്. എനിവേ, പിന്നീട് ഈ ഒരു സംഭവം കൂടുതലായി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജിഞ്ചുവൈറ്റിസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗംസ് അല്ലേ, ആ ഒരു സീനാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അതിനുള്ള മെഡിക്കേഷൻസ് ഒക്കെ നേടി അതിനുശേഷം നമ്മുടെ പിതാശ്രീ പറഞ്ഞു തന്ന ഒരു സംഭവമാണ് ഈ മരുന്ന്, മനസ്സിലായില്ലേ? അതിനുശേഷം ഇത് ഉപയോഗിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 നേരം നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പല്ല് തേച്ചിരിക്കണം. അതായത് രാവിലെയും വൈകിട്ടും, അതായത് അവസാനത്തെ ആഹാരം കഴിച്ചതിന് ശേഷം രാത്രിയിൽ ഡെഫിനറ്റായിട്ടും നമ്മൾ പല്ല് തേച്ചിരിക്കണം. അതിനകത്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു 7 to 8 hours നമ്മുടെ പല്ലിനുള്ളിൽ ഈ പറയുന്ന ബാക്ടീരിയംസും മറ്റുള്ള മൈക്രോ ഓർഗാനിസംസും വളരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ ഉപ്പ് എന്ന് പറയുന്ന ഒരു 1 of the ബെസ്റ്റ് ഡിസിൻഫെക്റ്റൻ്റ് ആണ് ഈ സാധനം, മനസ്സിലായില്ലേ? ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അനുഭവസ്ഥനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനത്. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രയോഗം അത് മാത്രമല്ല, ഈ നൂല് കൊണ്ടുള്ള മറ്റൊരു ടെക്നിക്കും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകും. ഓക്കെ, കമാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പിഞ്ച് ഓഫ് ഈ പൽപ്പൊടി നമ്മൾ കയ്യിലേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പത ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. ഞാൻ വീക്കോയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടെ ഒരല്പം, ഒരു ചെറുപയറിൻ്റെ വലിപ്പം എടുത്താൽ മതി. ചിത്രയാണ് ഒരു ചെറുപയറിൻ്റെ ഒരു അല്പം എടുക്കുക, വളരെ ശ്രദ്ധിക്കുക, ഒരുപാടിൻ്റെ ആവശ്യമേ ഇല്ല. അതിനുശേഷം നമ്മൾ വളരെ രാത്രിയിലെ ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ല മനോഹരമായിട്ട് പല്ല് നമ്മൾ തേക്കണം. പല്ല് തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മോഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ അറ്റത്തിലേക്കും നമ്മൾ റീച്ച് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കണം. ഇനി പത താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി, ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞു.
കഴിഞ്ഞില്ല, ഇനിയാണ് യഥാർത്ഥത്തിലുള്ള അളിയൻ വരാൻ പോകുന്നത്. ഇതൊരു കോട്ടൻ്റെ നൂലാണ് കേട്ടോ, കോട്ടൻ്റെ നൂല്. ആ നൂല് നമ്മളൊരു ഈ ഒരു നീളത്തിൽ നമ്മളിങ്ങനെ എടുക്കണം. ഓക്കെ, എടുത്തതിന് ശേഷം നമ്മളിതിനെ എന്ത് ചെയ്യണം എന്നറിയാവോ? രണ്ടാക്കുക. ഓക്കെ, രണ്ടായതിനു ശേഷം ഇതിനെ നമ്മൾ വെള്ളത്തിലൊന്ന് നനച്ചെടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെള്ളത്തിൽ നമ്മൾ നനച്ചെടുക്കണം കേട്ടോ. നനച്ചെടുത്ത് കഴിയുമ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാത്ത സമയത്ത് ഇതിന് ഷാർപ്പ് എഡ്ജായിരിക്കും. ഇത് വെള്ളത്തിൽ നമ്മൾ നനച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു എഡ്ജ് പോകും, ആ ഷാർപ്പ്നെസ് പോകും. അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ പല്ലുകളുടെ ഇടയിലുള്ള കണ്ട ഫുഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ എടുത്തു കളയുക എന്നുള്ളതാണ്. ഈ വർക്കാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇൻ ബിറ്റ്വീൻ സ്പേസസ്, പല്ലിൻ്റെ ഇടയിലുള്ള സ്പേസിലാണ് നമ്മുടെ ആഹാര പദാർത്ഥങ്ങളൊക്കെ കയറിയിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ നമുക്ക് ആ ഒടുവിലത്തെ പല്ല് മുതൽ ഫ്രണ്ട് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പകരമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ അതിന് കൂടുതൽ പ്ലാസ്റ്റിക്കിൻ്റെ എഡ്ജസ്റ്റാണ് വരുന്നത്. അത് നിങ്ങളുടെ മോണയ്ക്ക് എന്താ പറയുക, വേദനയും അങ്ങനെയുള്ള ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു നൂല് കൊണ്ട്, വെറ്റായിട്ടുള്ള നൂല് കൊണ്ട് നമ്മുടെ A to Z പല്ലിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു കളഞ്ഞു. അതിനുശേഷം നമ്മുടെ കൈയുടെ പ്രഷർ പോയിന്റ് കൊണ്ട്, വിരലിൻ്റെ പ്രഷർ പോയിന്റ് കൊണ്ട് നമ്മുടെ മോണകൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ബ്ലഡ് സർക്കുലേഷന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ നമ്മൾ ആഹരിക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര വയസ്സ് വരെ ജീവിക്കുന്നു അത്രയും നാളും നമുക്ക് ആഹാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പം നമ്മുടെ ദഹന പ്രക്രിയയുടെ ഏറ്റവും പ്രഥമ കാര്യം നടക്കുന്നത് വായിൽ വെച്ചാണ്. അപ്പോൾ ഓരോ ആഹാര സാധനത്തിനും നല്ല രീതിയിൽ നമുക്ക് ചവയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല റിയൽ ആയിട്ടുള്ള പല്ല് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, പിന്നെയുള്ള ഡെന്റേഴ്സിനെയൊക്കെ നമുക്ക് ആശ്രയിക്കാം, പക്ഷെ അതിലൊക്കെ എത്രയോ നല്ലതാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള പല്ല്, അല്ലേ? അപ്പം നിങ്ങൾ നിരന്തരമായിട്ട് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പല്ല് എന്ന് പറയുന്നത് നിങ്ങളുടെ ശക്തി തന്നെയാണ്. നമ്മുടെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ, ആ ഭംഗിയുടെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അപ്പം നിങ്ങളിതൊരു ശീലമാക്കുക. എസ്പെഷ്യലി കുട്ടികൾക്ക് ചുട്ടയിലെ ശീലം ചുടല വരെ. അപ്പോൾ കുട്ടികൾക്ക് ഇതൊരു ശീലമാക്കി മാറ്റുക. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് രാത്രിയിൽ പല്ല് തേക്കുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവർക്ക് പറഞ്ഞു കൊടുത്തത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തെ കേസ് കേട്ടേ ഉള്ളൂ. ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങളങ്ങ് ചെയ്ത് ശീലിച്ച് നോക്കിയേ. പിന്നെ മക്കൾ നിങ്ങളോട് പറയും, അച്ഛാ അമ്മേ നമുക്ക് പല്ല് തേക്കാൻ പോവാം, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഇത് ചെയ്തു നോക്കുക. ഏത് തരത്തിലുള്ള പല്ലോ അല്ലെങ്കിൽ വായുനാറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് നിങ്ങൾക്ക് മാറി കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ. ടേക്ക് കെയർ ആൻഡ് എൻജോയ് ഗൈസ്. താങ്ക് യു. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ ലീവ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് എൻജോയ്. താങ്ക് യു.